We have bloody Senate. क्या कहते थे ये? क्या कहते थे? इस सरकार में इस्तीफे नहीं होते। क्या कहते थे? इस सरकार में इस्तीफे नहीं होते। हम कहना चाहते झुकती है दुनिया। ആഹ്ലാദ ആരവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സജി തൃശ്ശൂരിൽ നിന്നും ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. സജി, ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. വൻ വിജയം. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന നേതാക്കന്മാരാണെങ്കിലും ഭരണകൂടാണെങ്കിലും നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഏത് നേതാക്കന്മാരെയും ഏത് ആശയത്തെയും നമുക്ക് വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല. ന്യായമായ ആവശ്യങ്ങൾ അവർ പറയുന്നത്. മരിച്ചവരുടെ കുടുംബത്തിനുള്ള കോമ്പൻസേഷൻ കൊടുക്കണ്ടേ? ആ കോമ്പൻസേഷൻ കൊടുത്താലും ആ കുട്ടികളെ ആ വീട്ടിലേക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ എന്റെ മോൻ ഇപ്പൊ പ്രാവശ്യം നീറ്റ് എക്സാം എഴുതിയിരിക്കുന്ന ആളാണ് എന്റെ മോൻ. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോ നല്ല ഈസി ആയിരുന്നു, രണ്ടാമത് എഴുതിയപ്പോ ഭയങ്കര ഹാർഡായി. അപ്പൊ അവന്റെ ഫീലിങ്സിനെ അല്ലെങ്കിൽ അവന്റെ മാർക്ക് പറഞ്ഞതിനെ ഹൂ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? അപ്പൊ ഇവരെ നിരുപാധികം ഉപദ്രവിച്ച കുറെ ഉദ്യോഗസ്ഥരുണ്ട്, അവർക്കെതിരെ നടപടി എടുക്കണം. അതുപോലെ തന്നെ ഒരു വർഷത്തെ കുട്ടികളുടെ എല്ലാ ഫീസും സർക്കാർ ഫീസ് ഫ്രീ ആക്കി കൊടുക്കണം. എല്ലാ കുട്ടികളുടെയും ഫീസ് ഫ്രീ ആക്കി കൊടുക്കണം ഇന്ത്യ എന്ന മഹാരാജ്യത്ത്. അതുപോലെ പരിക്ക് പറ്റിയ കുട്ടികൾക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കൊടുക്കണം. അവരെ വിജയിപ്പിക്കണം. കാരണം ഇത് പാർട്ടിയല്ല, ജാതി മത രാഷ്ട്രീയ വർഗം എന്നെ ഒരു പാടായിരിക്കുന്നത്. അതാണ് സജിയുടെ അഭിപ്രായം. നിഹാൽ കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. നിഹാൽ, പറഞ്ഞോളൂ. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു വിജയമാണെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയോ കാര്യങ്ങളുടെ ഒരു വിജയമല്ല. കാരണം പാർട്ടികൾ എന്ന മുദ്ര കുത്തിവിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരനെ ജൻസിയുടെ പവറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വിദ്യാർത്ഥികളുടെ ഒരു വിജയാഹ്ലാദം തന്നെ പറയാൻ പറ്റും. ഇന്നൊരു പ്രത്യേക ദിവസമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ഒരു ആഹ്ലാദം നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദിവസമായിട്ടാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്.